ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചേട്ടന്റെ പേരെന്താണ്? എൻ്റെ പേര് ആന്റണി ജോസഫ്. ആന്റണി ജോസഫ്. എവിടെ സ്ഥലം? കാരിപ്പള്ളിക്ക് അടുത്ത് പാറത്തോട്. 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 ചേട്ടൻ ഇപ്പൊ തിരുവനന്തപുരത്തിന് പോവുകയാണ്. അതെ അതെ. എന്താണ് ഉദ്ദേശം? അത് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ദുഷ്ടലാക്കോടെ ഇങ്ങനെ ഒരു മദ്യ കുംഭകോണത്തിന്റെ പേരിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുകയാണ്. അത് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല. അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ ദുഷ്ടലാക്കോടെ എന്ന് പറയുന്നത് എന്താണ്? ഒരു അഴിമതി ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയല്ലേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അത് അന്വേഷണം, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയല്ലേ, ഒന്നുമല്ലല്ലോ. അപ്പൊ ആ ഒരു നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊരു മുഖ്യമന്ത്രി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഇപ്പം പുള്ളി ജയിലിൽ തന്നെ കഴിയേണ്ട ഒരു, ജയിലിൽ സ്ഥിരതാമസമാക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള അത് ന്യായമായിട്ട് നമുക്ക് ഒരു പരിധി വരെ തെളിവുകളുണ്ട്. എന്നിട്ട് പോലും അതിനെതിരെ ഈ പറയുന്ന ഒരു എന്താ പറയുന്നത് ആക്ഷൻ എടുക്കാതെ ഇങ്ങനെ ഡൽഹി മുഖ്യമന്ത്രിയെ മാത്രം ഒരു ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായ അജണ്ടയുണ്ട്. അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഡൽഹി മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, ഇപ്പം ഛത്തീസ്ഗഡിലാണ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത്. അതെ, BJP മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. ആയിരുന്നു, പക്ഷെ നിലവിലല്ലല്ലോ. അദ്ദേഹത്തിനെതിരെ തെളിവുകളൊന്നുമില്ല. EDയുടെ കേസ് മാത്രമല്ലേ ഉള്ളൂ. അത് നമ്മള് ഈ പറയുന്ന പോലെ ഡൽഹി എന്ന് പറയുന്ന ഒരു നമ്മുടെ തലസ്ഥാനമാണ്. അപ്പം അവിടുത്തെ നിയമവാഴ്ച, ആഭ്യന്തര ഭരണം അല്ലെങ്കിൽ പോലീസ് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലും ബാക്കിയുള്ള വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തും അവിടുത്തെ പ്രാദേശിക മന്ത്രിസഭയാണ്. അപ്പൊ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. ഡൽഹിയുടെ ഭരണം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പൊ ഒരു മുന്നണിയായിട്ട് ഇപ്പം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലെ ഒരു വിശ്വസനീയമായ ഒരു ആളെന്ന് പറയുന്ന കെജ്രിവാളാണ്. അപ്പൊ അദ്ദേഹം ജനങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അദ്ദേഹത്തെ വേണമെങ്കിൽ ഈ പറയുന്ന പുള്ളി IAS അല്ലേ, റവന്യൂ സർവീസില്. അപ്പൊ അതിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആ കാര്യം നോക്കി നിന്നാൽ മതി. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാടോടുമ്പം നടുവ് കൂടുക എന്ന് പറയുന്ന പോലെ കൈക്കൂലി മേടിച്ചോ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് കഴിയായിരുന്നു, സുഖമായിട്ട് അദ്ദേഹത്തിന് കഴിയായിരുന്നു. പക്ഷെ ഡൽഹിയിലെ ഒരു പ്രത്യേക കാലാവസ്ഥയില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കൂടുതലും പറഞ്ഞല്ലേ, ജെന്യൂനായിട്ട് എല്ലാവരും ഡൽഹിക്കാരല്ല. അതായത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളും കുടിയേറിയ ആൾക്കാരാണ്. അപ്പൊ അവർക്കൊരു യൂണിറ്റി ഇല്ലായിരുന്നു. അപ്പം പലപ്പോഴും കോൺഗ്രസും BJPയും അവരെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. അപ്പൊ അതിനൊരു ഇതായിട്ട് ഈ എക്സ്പെർട്ടേഴ്സ് എല്ലാം കൂടെ ഒന്ന് യോജിച്ചുകൊണ്ടാണ് ഇതിനൊരു മുന്നേറ്റമായിട്ട് വന്നുകൊണ്ട് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവുകയും ഡൽഹിയുടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തത്. അപ്പം അവിടെ തന്നെ ഇതിന്റെ മുൻപ് ഇലക്ഷനിൽ ഉണ്ടായ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കൂട്ടുമന്ത്രിസഭ വന്നു. അപ്പൊ അതില് കെജ്രിവാളിനെ സംബന്ധിച്ച് സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം അത് പിരിച്ചുവിട്ട് സ്വന്തം ഇലക്ഷനെ നേരിടുകയത്. ലോക്പാല് ബില്ല് പാസ്സാക്കാൻ കോൺഗ്രസ് സമ്മതിക്കാത്തതുകൊണ്ടാണ് പിരിച്ചുവിട്ടെന്നല്ലേ പറയുന്നത്. സ്വതന്ത്രമായിട്ട് ഭരിക്കുന്നതിലുള്ള പ്രശ്നമാണോ? അല്ല, അത് പറഞ്ഞ അത് ലോക്പാൽ ബില്ല് വന്നു കഴിയുമ്പോഴത്തേക്ക് അഴിമതിക്കെതിരെ ഒരു പ്രശ്നമാവും. അപ്പൊ അതിന്റെ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് അത് എതിർക്കുന്നതും അത് നടപ്പിലാക്കാൻ പറ്റാതെ വന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ത്യയെ പോലൊരു രാജ്യം ലോകത്തില് നമ്മൾ പറയുന്ന പോലെ നമ്പർ വൺ എന്ന് വെറുതെ പറയുന്നതല്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മാനുഷ്യ വിഭവശേഷിയും ഇന്ത്യയുടെ ഭൂപ്രകൃതിയും ഇന്ത്യയുടെ സോഴ്സുകളും വളരെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അങ്ങനെ രാജ്യം ഈ ഒരു പറഞ്ഞില്ലേ നല്ല രീതിയിൽ പോകാത്തതിന് കാരണം ഇവിടുത്തെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അപ്പൊ അതിന്റെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു പാർട്ടി ഇന്ത്യ ഭരിച്ചാലേ ഉണ്ടാവുകയുള്ളൂ. അവിടെ അന്ധമായ എന്താ പറയുന്നത് മതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തോണ്ടോ അങ്ങനെ ഒരു ഭരണമല്ലാത്ത രീതി വന്നാൽ മാത്രമേ നമുക്ക് മുന്നേറ്റം ഉണ്ടാകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഇവര് പറയുന്ന ഇപ്പം 10 വർഷം കൊണ്ട് ഇതെല്ലാം ഉണ്ടായെന്നുള്ളൊരു കാഴ്ചപ്പാടായി BJPക്കാര് എടുക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കണേല് നമ്മള് മുന്നേ ഉള്ള സർക്കാർ, അതായത് ഇപ്പം
നെഹ്റുജി മുതൽ ഇങ്ങോട്ട് ഭരിച്ചു വരുമ്പോഴത്തേക്ക് അവർ ചെയ്ത ചില നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ഒരു BJP അല്ലെങ്കിൽ ഇന്ത്യയെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവർ ചെയ്തെന്നാണ് പറയുന്നത്. BJP കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതായിട്ട് ചേട്ടൻ തോന്നുന്നത്? അവര് മെയിനായിട്ട് ചെയ്യുന്നത് ചില നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ അവര് വിക്ക് ചെയ്ത് അതുപോലെ തന്നെ ലിക്വിഡേറ്റ് ചെയ്ത് പോകുന്ന പല സാധനങ്ങളുണ്ട്. പല പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക, അല്ലാതെ അവര് പുതുതായിട്ട് എന്താണ് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം പുതുതായിട്ട് BJP ഏതെങ്കിലും ചെയ്തിട്ടുള്ള എനിക്കറിയില്ല, താങ്കളുടെ അറിവിലുണ്ടോ? ഇപ്പൊ ഇന്ത്യയുടെ ഇവര് അഴിമതിക്കാരല്ല എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഇവര് സൗജന്യങ്ങളൊന്നും ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ കടം കുറയേണ്ടതല്ലേ? അപ്പൊ ഇന്ത്യയുടെ കടം BJP അധികാരത്തിൽ വന്നതും ഇപ്പോഴുമായിട്ടുള്ള കടം ഈ 4 ലക്ഷം കോടിയായിട്ട് കടം കൂടി. ശരിയാണ്, അല്ല നമുക്കിപ്പം കടമില്ലാതിരിക്കാൻ സാധ്യത കുറവാണ്. ഒരു എങ്ങനെ നല്ല രീതിയിൽ ഭരിച്ചെന്ന് പറഞ്ഞാൽ അഴിമതി ഇല്ലാതെ ഭരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് പറയത്തില്ല. ഒന്നാമത്തെ കാര്യം പറയാം, നമുക്കിവിടെ വ്യവസായ വിപ്ലവം വേണം, അല്ലെങ്കിൽ ഹരിത വിപ്ലവം വേണം. അതൊക്കെ ഈ പറഞ്ഞ പോലെ ചില പർട്ടിക്കുലർ ഏരിയ മാത്രം കേന്ദ്രീകരിച്ചാൽ മാത്രമാണുള്ളൂ. നമ്മുടെ ഭൂപ്രകൃതിക്കും നമ്മുടെ മാനവിക ശേഷിയും വെച്ച് മാത്രം നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടാൽ മാത്രം നമുക്ക് കടമില്ലാതിരിക്കുള്ളൂ. ഇപ്പൊ ഡൽഹിയില് ഈ പറയുന്ന വ്യവസായങ്ങൾ കുറവാണ്, കൃഷിക്ക് ഭൂമി പോലും ഇല്ല. അപ്പൊ പിന്നെ ഡൽഹി എങ്ങനെയാണ് കടമില്ലാതായത്? ഡൽഹി അതാണ് അവിടെ ഈ പറഞ്ഞ അഴിമതി ഇല്ലാതെ, അതായത് ജനങ്ങളിലേക്ക് സർക്കാരിൽ നിന്ന് ഡയറക്റ്റ് പദ്ധതികൾ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് അഴിമതി ഇല്ലായിരിക്കും. ഇപ്പൊ ഇപ്പം ഗവൺമെന്റ് ഒരു സാധനവും സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, എന്നാൽ പോലും നമ്മള് ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമ്പോൾ അവിടെ ഈ ഇടയ്ക്കുള്ള ഒരു ഊർജ്ജ നഷ്ടം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ ഡയറക്റ്റ് ജനങ്ങളിൽ എത്തിക്കുമ്പോഴത്തേക്ക്, അതുപോലെ തന്നെ ഓരോ ഉദ്യോഗസ്ഥരും ഈ നമ്മുടെ ഇവിടെ പറയുന്ന KSRTCയുടെ നഷ്ടത്തിലാണെന്ന് പറയുന്നത്, പക്ഷെ ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾ ലാഭത്തിലാണ്. അപ്പൊ അതിന്റെ ഒരു കാരണം വെച്ചാൽ ഈ നമ്മുടെ പ്രൈവറ്റ് ബസ്സിനേക്കാളിലും ചാർജ് കൂടുതലാണ് KSRTCക്ക് പോലും. അതുപോലെ തന്നെ ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് അവനവന് വേണ്ടപ്പെട്ട ആൾക്കാരെ ഒരു പരിധി കൂടുതൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. അതായത് ഒരു പോസ്റ്റ് അത് ഒരു ഉദ്യോഗസ്ഥന്റെ അവന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് ന്യായമായിട്ടുള്ള പെൻഷൻ കൊടുക്കുക. ഇത് ഒരു പരിധി കൂടുതൽ പെൻഷൻ കൊടുത്ത് അവരെയൊക്കെ ഇങ്ങനെ തീറ്റി പോരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കടം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, നല്ല കഴിവ് എക്സ്പീരിയൻസ് ഉള്ളവർക്കെല്ലാം സാധാരണ രീതിയിൽ ശമ്പളം കൂടുതലല്ലേ ചെയ്യുന്നത്? അല്ല, അതാ പറയുന്നത്, നമുക്ക് ഒരു മിനിമം, അതായത് നമ്മുടെ ടാക്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധി കൂടുതൽ കഴിഞ്ഞാല് ഉദ്യോഗസ്ഥരുടെ ടാക്സ് ഇത്ര ശതമാനമേ വരുന്നുള്ളൂ. അപ്പം അവർക്ക് ഈ പറയുന്ന പോലെ ഒരു പരിധി കൂടുതൽ പൈസ അവർക്ക് കിട്ടിയിട്ടും കാര്യമില്ല, നമുക്ക് അത് സർക്കാരിന് പ്രയോജനം ചെയ്യില്ല. അപ്പൊ അവർക്ക് ന്യായമായിട്ടുള്ള ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ പെൻഷന്റെ ഇതൊക്കെ പറയുകയാണെങ്കിൽ പെൻഷൻ പലപ്പോഴും സംഭവിക്കും, നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പെൻഷൻ പറ്റാറാകുമ്പോഴത്തേക്ക് ചിലർക്ക് സാലറി കൂടി പ്രൊമോഷൻ കൊടുക്കുന്നു, അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചിലപ്പം ആൾക്കാർ ലീവ് എടുത്ത് മാറി നിൽക്കുന്നു. അങ്ങനെയുള്ള പല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വേണ്ട പോലെ നോക്കി ചെയ്യുന്നതുകൊണ്ടാണ് ഡൽഹിയിൽ ഇത്രയും നല്ല മികച്ചപ്പെട്ട നടപ്പിലാകുന്നത്. കേരളത്തിലെ ഈ റിട്ടയർമെന്റ് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത് പലതും പറയുന്നത് സർക്കാരിന് വഴിവിട്ട സഹായം ചെയ്ത ഉദ്യോഗസ്ഥരെയാണ്. അതാണ് തീർച്ചയായിട്ടും അതാണ് ഈ കേരളത്തിലുള്ള യുവജനങ്ങളെല്ലാം വിദേശത്തേക്ക് പോകുന്നു. അപ്പൊ കേരളത്തിൽ ആളെ കിട്ടാത്തതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഇവിടെ മാന്യമായിട്ട് അന്തസ്സോടെ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറ തീർച്ചയായിട്ടും വെളി രാജ്യങ്ങളിലേക്ക് പോകും. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട, അവിടെ നമ്മുടെ അന്തസ്സും അഭിമാനവും ഒക്കെ ഒരു പരിധി വരെ വെളിവെച്ചുകൊണ്ടായിരിക്കും അവിടെ താമസം. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ കൊണ്ടാണ് അവരങ്ങനെ കഴിയുന്നത്. പിന്നെ ഈ പറഞ്ഞല്ലേ, ഗവൺമെന്റിനെ സഹായിച്ചവരെ അവർ പ്രൊട്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ നാളെ അവരത് വിളിച്ചു പറയുമ്പോഴത്തേക്ക് അപ്പൊ പ്രശ്നമാവത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമുക്ക് പലതേം പറഞ്ഞ പോലെ ലോക്നാഥ് ബെഹ്റ, അദ്ദേഹത്തിന്റെ കാര്യം ചരിത്രം നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഗുജറാത്തിലെങ്ങാണ്ട് സൈറാബാനു കൊൽക്കേസിനെ അങ്ങാണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ BJP
CPM തമ്മിൽ എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമല്ലോ. പിന്നെ അങ്ങനെ ഇവിടെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ കേരളത്തിൽ നിഷ്പക്ഷമായിട്ട് പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ തരം താഴ്ത്തുക അല്ലെങ്കിൽ അവരെ പ്രാധാന്യമില്ലാത്ത മേഖലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ള പ്രവണതകളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് കേജ്രിവാളിന് ജാമ്യം കിട്ടും എന്നാണോ ചേട്ടന്റെ ഒരു പ്രതീക്ഷ ഉണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും പറയില്ല. മാസമായിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോൾ അത് നീതിന്യായ പീഠങ്ങളുടെ മുമ്പിലേക്ക് ജനങ്ങളുടെ ഈ പ്രതികരണം അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞില്ലേ ന്യായമായിട്ടുള്ള കാര്യമാണ്. അല്ല ഇതിപ്പോ അന്വേഷണം നടക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനൊരു അവസരത്തിൽ തീർച്ചയായിട്ടും കേജ്രിവാളിന് നീതി കിട്ടുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും.